ബിസ്മിയും ഹംദും സ്വലാത്തും തിണ്ടതിയിൽ തിന്നേ വെന്തുരുകും ചിന്തയിൽ ദുആയിരഞ്ഞിടുന്നേ കഷ്ടതഗൃഹപ്പിഴകൾ തട്ടി നീക്കുവാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനേ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. മക്കൾക്കൊക്കെ പനി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വാട്സപ്പിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമാണ് കേട്ടോ. എല്ലാവർക്കും ഞാൻ കഴിയുന്ന പോലെ റിപ്ലൈ തരലുണ്ട്. എല്ലാവർക്കും നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, ഞങ്ങളൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് ഫോൺ എടുക്കണം എന്നുണ്ട്. കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്നുണ്ട്. അതേപോലെ വാട്സപ്പ് ചെയ്തും വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ പരിപാടികളും ഡേമ ലൈഫും കാണിച്ചു തരാണ്. കുറച്ച് നേരത്തെ പരിപാടികളൊക്കെ കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് കണ്ടെന്ന് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി എടുക്കാനുള്ള മൂഡൊന്നുമില്ല. നമുക്ക് രാവിലെ തന്നെ ഒരു മൂഡില്ലാഞ്ഞാൽ ഒരു ഇടങ്ങേറാണല്ലോ അല്ലേ. അപ്പം ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. ഒന്നാമത് മനസ്സൊന്നും ഒരു ക്ലിയർ ആയിട്ടില്ല. പിന്നെ ശരീരം കൊണ്ടും വയ്യ. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് കൂടെ കഴിഞ്ഞു പോവല്ലേ. നമ്മളെ മനസ്സും ശരീരമൊന്നും ക്ലിയർ അല്ലെങ്കിൽ നമ്മളൊക്കെ സ്ത്രീകളല്ലേ. അപ്പോൾ എന്തോ ഒരു പ്രചോദനത്തിനും വേണ്ടിക്കാണ്ട് ഓടി നടക്കുന്ന തിരക്കിലാണ് ഞാൻ കേട്ടോ. നിങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. മുണ്ടല്ലടാ, അമ്മ വരട്ടോ, കുറ്റി തുറന്നു തരാം. നേരം 4 മണിക്ക് തുടങ്ങുവാന് കോക്കോ. അപ്പോൾ കുഞ്ഞുമണിയാൾക്ക് ലേശം പാലൊക്കെ കാച്ചട്ടോ. പാല് എപ്പോഴൊന്നും വാങ്ങലില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടഞ്ഞ് വാങ്ങണുണ്ട്. ഇനി എപ്പോഴാണാവോ. പിന്നെ ഇടയ്ക്ക് ഓൾക്ക് ഇഷ്ടമല്ലാതാവുമ്പോൾ ഞാൻ നിർത്തുകയും ചെയ്യും കേട്ടോ. എപ്പോഴും ഇങ്ങനെ തുടർന്ന് നിൽക്കലില്ല. എന്താ വെച്ചാൽ ഓൾക്ക് ഇഷ്ടമല്ല, പിന്നെ കുടിക്കൂല. അപ്പോൾ രണ്ടാൾക്കും പാലും കുപ്പിയിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ കുടിച്ചിരിക്കും. മെല്ലെ മെല്ലെ പാലുടി നിർത്തി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ നമുക്കില്ലേ. അപ്പോൾ അങ്ങനെ പരിപാടിക്കും വേണ്ടിയിട്ടാണ് ഇപ്പോൾ പാല് വാങ്ങണം കേട്ടോ. മെല്ലെ മെല്ലെ നമുക്ക് പാലുടിയൊക്കെ നിർത്താമെന്ന് കരുതി ക്ഷീണിച്ച് വരുന്നുണ്ട്. നേരത്തെ കമൻറ്റ് ബോക്സിൽ ആരോ പറയണ കേട്ടു, റിഷ മെലിഞ്ഞല്ലോ. അപ്പോൾ ഭയങ്കര നമ്മൾ സ്ത്രീകളല്ലേ, ഓരോ ബുദ്ധിമുട്ടും മനസ്സും ശരീരമൊക്കെ തളർന്ന് പോകുമ്പോഴേ പിന്നെ ഓടി നടക്കല്ലേ, പെടാപ്പാട്. അപ്പോൾ കോയിനൊക്കെ വിടാണ്ട്. അപ്പോൾ നമ്മൾ ഋതു ഇതാക്കണം കേട്ടോ. അവന് സ്കൂളിലില്ല, അന്ന് ട്യൂഷന് പോകാനുള്ള തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ പിത്തനെങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഓന് രസം ചായ ഒക്കെ എടുത്ത് വെച്ച് കണ്ട് ഞാനാണ് പുറത്തേക്ക് ഇറങ്ങി. കോഴികൾ കുറേ നേരമായി കടിപിടി കൂടണം കേട്ടോ. ആ തല്ലൂടാതെ തിന്നോളി. 2 ആളെന്നെ ഉള്ളൂ. ആ കിലോക്കെ പോയി. കീരിയും പൂച്ചയും ഒക്കെ കുറുക്കാനൊക്കെ പിടിച്ച് കണ്ട് തിന്നോളി. ആ പുറത്തോന് കൊക്കോ അറിയുമ്പോൾ ഇവിടെ കക്ക അറിയും. അപ്പോൾ കോഴിക്കളൊക്കെ വിട്ടിട്ടുണ്ട്. ഒരുപാട് കോഴിക്കളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പം അയിമക്കൊന്നും നോക്കാനൊന്നും ഒഴിവില്ല. ഷീറ്റ് ഇങ്ങനെ താഴ്ത്തി കെട്ടി കേട്ടോ, ഇലകൾ ചാടാക്കാനും വേണ്ടിക്കാണ്ട്. പിന്നെ ആ ഭാഗത്തേക്കൊന്നും നിങ്ങൾ നോക്കണ്ട, ഒന്നിനും ഒഴിവ് കിട്ടിയിട്ടില്ല, മഴയൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട്, കുറേ പണികളുണ്ട്. വൈകുന്നേരം അതിനൊക്കെ തിരിയണമെന്ന് കരുതി നിൽക്കുകയാണ്. അപ്പോൾ പൊന്നുമ്മ കരഞ്ഞ് എണീറ്റിട്ടുണ്ട് കേട്ടോ. മിന്നുമ്മ ഉറങ്ങുകയാണ്, ലീനുമ്മി ഉണർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഓല ഇങ്ങനെ ബെഡുമ്മ കിടത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാക്കണ് നമ്മളെ ഇത് പോയി. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഓന സെൻറ്റ് പൂസിക്കാണ്ട് അവിടെ വെച്ച് പോയിട്ടോ. അതിൻ്റെ അടിയിൽ അത് എടുത്തുകാണ്ട് പൊന്നുമ്മ ഓൻ കാട്ടിയ മാതിരിയൊക്കെ ഒന്ന് കാട്ടി വെക്കുക കേട്ടോ. അപ്പം മഴയൊക്കെ ഇന്നലെ രാത്രി ചെറുതായിട്ടൊന്ന് പെയ്തിട്ടുണ്ട്. ഞാൻ മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. ആ പുല്ലൊക്കെ എന്നും അധിക ദിവസം ഒക്കെ ചെത്തി കൂരി നന്നാക്കും കേട്ടോ. പിന്നെയും വേഗം ഉണ്ടാകും. അപ്പോൾ പിന്നെ കിട്ടുമ്പോൾ 1 2 ഒക്കെ ഞാൻ അങ്ങോട്ട് നുള്ളി പൊറുക്കിക്കാണ്ട് അങ്ങോട്ട് ഇടും കേട്ടോ. അപ്പോൾ കുട്ടികൾ ഉണരുന്നതിൻ്റെ മുന്നേ പരിപാടികൾ പെട്ടെന്നാണ് കഴിക്കട്ടെ എന്ന് കരുതിക്കാണ്ട് പൊന്നുമ്മ പിന്നെ വേഗം എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊണ്ട് ഇങ്ങനെ എല്ലാ പണികളൊക്കെ ഒന്ന് പെട്ടെന്ന് തീർക്കണം. മുറ്റൊക്കെ ഒന്ന് വൃത്തിയേടായി കിടക്കണം. ആ മുൻഭാഗം ഒന്ന് ക്ലിയർ ആക്കട്ടെ കേട്ടോ.
അപ്പോൾ എന്താ മെറ്റീരിയലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഷോർട്സും വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തോലെ അതൊക്കെ ഒന്ന് കാണുകൊണ്ട് കേട്ടോ. വാട്സപ്പ് ചെയ്ത് പിന്നെയും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, താത്ത പുതിയത് ഐറ്റം വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോഡൽസൊക്കെ കുറയണീൻ്റെ മുന്നേ തുടക്കക്കാർക്കായിട്ട് നമ്മൾ 250 ഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ വേണ്ടവർ ആവശ്യങ്ങൾക്കൊക്കെ വാങ്ങിച്ചോളി. വീട്ടാവശ്യങ്ങൾക്കായാലും ചെറുതായിട്ട് കച്ചവടം ചെയ്തു നോക്കാനാണെങ്കിലും ഒക്കെ ഒന്ന് വാങ്ങിച്ച് നോക്കിട്ടോ. എന്ത് കാര്യമായാലും നമ്മൾ ചെയ്തു നോക്കിയാലല്ലേ നമുക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുമോയെന്ന് അറിയുള്ളൂ. അപ്പോൾ അതിനും വേണ്ടിക്കാണ്ടാണ് നമ്മൾ എല്ലാവരോടും പറയൽ 250 അര കിലോനൊക്കെ വാങ്ങിച്ചോളിന്ന്. 250 ഗ്രാമിൽ മിക്സ്ഡ് ആയിട്ടായിരിക്കും വെക്കൽ കേട്ടോ. അപ്പോൾ ആവശ്യമില്ലല്ലോ ഇന്നലത്തെ മിഞ്ഞാത്തിൻ്റെയും വീഡിയോസിൻ്റെയും ഷോർട്സിൻ്റെയും ഒക്കെ നമ്മളെ സ്ക്രീനിലും പിൻ ചെയ്തൊക്കെ വെക്കലുണ്ട്. നമ്പർ ആവശ്യക്കാർ വിളിക്കൊണ്ടി കേട്ടോ. അനാവശ്യമായിട്ട് വിളിക്കരുത് കേട്ടോ. അനാവശ്യമായിക്കാണ്ട് വിളിച്ചുകാണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കരുത്. ഒരുപാട് ആളുകൾ അങ്ങനെ വിളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അത് സ്ത്രീകളൊന്നും ആയിട്ട് മാത്രമൊന്നുമല്ല, ആണുങ്ങളൊക്കെ വിളിക്കും. നിങ്ങൾക്ക് അറിയണല്ലേ, നമ്മളെ നമ്പർ പബ്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കാക്കുമായിരിക്കും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ താത്ത ഉണ്ടോ, താത്താക്ക് കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ തന്നോളൂ കേട്ടോ. ഞാൻ അടിച്ചു വരാൻ പോയതേനി. അടുപ്പത്തേച്ചും പായ പറഞ്ഞ മനുഷ്യ ഞാൻ അടിച്ചു വരാണ്. മിനിമം ഉണരുമ്പോത്തിന് അടിച്ചു വരാതിരിക്കാണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഭർത്താവ് സഹായിച്ചു തരുന്നുണ്ടല്ലോ ഋഷേ പറയുന്നുണ്ട്. ഭർത്താവിന് പടി പണിയാണ്, പണിക്കോയ അവിടെയും പണിയാണ് അല്ലേ. നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ മക്കളെ നമ്മളെ ഫാമിലി ആയിക്കാണ്ട് നമ്മളെ വീട്ടിൽ. അപ്പം അമ്മക്ക് മക്കളും ഒക്കെ ആയി അൽഹംദുലില്ലാ. അപ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ കഴിയല്ലേ. അപ്പം നമ്മൾ തന്നെ മാനേജ് ചെയ്ത് പോകുക, അല്ല ഒന്നുമില്ല അപ്പം അതിൽ പറയാൻ കേട്ടോ. അപ്പം എന്താ വെച്ചാൽ കാക്കൊക്കെ ഹെൽപ്പ് ചെയ്തിടുന്നുണ്ട്, അതിലൊക്കെ അൽഹംദുലില്ലാ. ബാഡ് കമൻറ്റ് നിങ്ങളെ പറഞ്ഞ പോലെ ഞാൻ നോക്കണില്ല, അവിടെ പറഞ്ഞോട്ടെ. ഞാൻ പൊട്ടത്തിയാണ്, അതേപോലെ എന്തല്ലാത്തോളാണ്, ആയിക്കോട്ടെ നിങ്ങൾ പറഞ്ഞോളി. പിന്നെ ഇപ്പോൾ ഒരാളെ കണ്ട് ആരും അങ്ങനെ തന്നെ അല്ലേ. ഞാനും 6 മക്കളെയും കൊണ്ട് എല്ലാ പണികളും എടുത്ത് ഭർത്താവിന് സമം നിന്ന് അല്ലേ. ഞാനും കാക്കും തന്നെ നന്നായിട്ട് അധ്വാനിച്ചിന്. കാക്കുവിൻ്റെ ഒപ്പം സമം നിന്ന് നമ്മളും അധ്വാനിച്ച് കണ്ട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാക്കുവിനെ അൽഹംദുലില്ലാ. പിന്നെ ഒരാൾ മാനേജ് ചെയ്യണോ വേറെ ഒരാൾ മാനേജ് ചെയ്യണോ ഒക്കെ ഇങ്ങനെ വീഡിയോസിലൊക്കെ പറയുന്നിട്ട്. ഇനിയിപ്പോൾ അതിന് കമ്പി കൊളുത്തും പോകും കരുതിക്കാണ്ട് ഞാൻ അത് ഡിലീറ്റാക്കി കളഞ്ഞു കേട്ടോ. ഒരാളെപ്പോലെ ആവാൻ കഴിയില്ല. അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് നമ്മളെ ഭർത്താവ് ഒന്നിനും കഴിയില്ല എന്നുണ്ടെങ്കിൽ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ഭർത്താവാണ്, നിങ്ങൾക്ക് അറിയണല്ലേ, ഒരുപാട് കടങ്ങൾ കൊണ്ട്. അപ്പോൾ പിടിച്ചു നിൽക്കാൻ ഭാര്യയും കൂടെ നിൽക്കുകയാണ്. അപ്പോൾ മറ്റൊരാളെ കണ്ട് നമ്മൾ അതേപോലെ ആക്കല്ലേ, നമ്മളും അതേപോലെ അവസ്ഥയിൽ കൂടെ കടന്നു പോകണാണ്. അതൊക്കെ കാണുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഞാൻ അപ്പം അതിൻ്റെ വേല വേറെ ആരെങ്കിലൊക്കെ പോവും കരുതി കണ്ടേ. അപ്പം അതിനൊന്നും കാത്തു നിൽക്കണ്ട. നമുക്ക് നമ്മളെ ഭർത്താക്കന്മാരെ കൂടെ നമ്മളെ ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടനുസരിച്ച് അത് മനസ്സിലാക്കി കൂടെ നിൽക്കുക. കാക്കുനെ കണ്ട് കഴിയണ പോലെ കാക്കും കൊണ്ടുവരുന്ന്, എന്നെക്കൊണ്ട് കഴിയണ പോലെ വീട്ടിലിരുന്ന് ഞാനും ചെയ്യണം. ഒരു കുടുംബം പുലർത്തിക്കൊണ്ട് പോകണമെങ്കിൽ അങ്ങനെയൊക്കെ വേണമെന്ന് നിങ്ങൾക്കൊക്കെ അറിയില്ലേ. അല്ലാ ഒക്കെ റാഹത്താട്ടെ. നിങ്ങളെ ദുആ മതി, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെ മതി എനിക്ക് അൽഹംദുലില്ലാ. എന്നും കൂടെ ഉണ്ടായാൽ മതി. നിങ്ങൾ ബാഡ് കമൻ്റ് ഒന്നും നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ മൈൻഡ് ചെയ്യണില്ല. ഇന്നലെ ഞാൻ അങ്കടം പറഞ്ഞിട്ടേ ഒരുപാട് ആളുകൾ മെസ്സേജ് വിട്ടിരുന്നു വാട്സപ്പിൽ, പറയണവർ പറഞ്ഞോട്ടെ ഋഷേ പറഞ്ഞ്. എൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് അറിയാറുണ്ട് കണ്ടേ, അത് അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ. ചെറുപയർ കറി കേട്ടോ, പക്ഷെ ചെറുപയറുണ്ട് തോനെ. അപ്പോൾ നമ്മളെ സിലുവിൻ്റെ കിറ്റിലൊക്കെ ഉണ്ടായിരുന്നു ചെറുപയർ. മക്കൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ലേസീച്ച് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ.
അല്ലാതെ നമ്മൾ റീച്ചിനും വേണ്ടിയിട്ടൊന്നും പറയില്ല. അങ്ങനത്തെ ഒന്നും നമുക്ക് നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ഇഷ്ടംപോലെ നമുക്ക് പറയാനും ഇരിക്കാനും ചെയ്ത് കാണിച്ചു തരാനൊക്കെ ഒഴിവില്ല. എനിക്കൊരു ഒഴിവില്ലായിട്ടാണ് അല്ലേ. റീച്ചിനും വേണ്ടിക്കാണ്ട് പറയാണ്, വെറുതെ പറയാണ് കാരണം വേറെ യൂട്യൂബർമാരൊക്കെ ചെയ്യണ കണ്ടില്ലേ ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാനത് ഡിലീറ്റ് അടിച്ചു. ആദ്യം കമൻറ്റ് കൊടുത്തു, പിന്നെ ഡിലീറ്റ് അടിച്ചു. കാക്കു പറഞ്ഞാൽ അതൊന്നും നോക്കണ്ട, കമൻറ്റിന് മറുപടി ഒന്നും കൊടുക്കണ്ടാണ്, ഒഴിവാക്കിക്കളാറിന്. അപ്പം അങ്ങനെയാണ് ഒഴിവാക്കി. ഞാനതൊക്കെ പറയാം. ഒരാളെ കണ്ടുകൊണ്ടൊന്നും നമ്മളെ വേറെ ഒരാളെ വില ഇരുത്തരുത് കേട്ടോ. അതേപോലെ അതിലും വലിയ അവസ്ഥയിൽ കൂടെ കടന്നു പോണ നേരാണ് ഞങ്ങൾ. നിങ്ങൾക്ക് അറിയണല്ലേ, ഫസ്റ്റ് വീഡിയോസൊക്കെ ശ്രദ്ധിച്ചാൽ അറിയും. അപ്പോൾ കാക്കൂൻ്റെ കൂടെ കട്ടക്ക് നിന്നിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയി തീരണത്. എന്താ വെച്ചാൽ കൂട്ടിയാൽ കൂടൂല കാക്കൂനെ കൊണ്ട്. എന്നാലും നമുക്ക് ഈ ബുദ്ധിമുട്ടും പ്രാരാബ്ദങ്ങളും കുട്ടികളും മക്കളൊക്കെ ആയില്ലേ. അപ്പോൾ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുക, അതന്നെയാണ് ഒരു പെണ്ണ് ചെയ്യേണ്ടത് അല്ലേ? നിങ്ങൾ പറയും. ഞാൻ രക്ഷപ്പെട്ട് പറയുന്നല്ല കേട്ടോ. കമൻ്റ് ഇട്ടാലോട് അവരിങ്ങനെ പറയണ കേട്ടു കമൻറ്റ് ബോക്സിലൊക്കെ. അവരെ പോലെ നോക്കിയെന്നൊക്കെ പറഞ്ഞു. അവരെ പോലെ ആവാനൊന്നും നമുക്ക് കഴിയില്ല. ഞാൻ ആക്കൂൻ്റെ കൂടെ നിൽക്കും. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇട്ട വെള്ളം കഞ്ഞി കാടിവെള്ളം കുടിക്കുക എന്ന് പറയാലോ, എന്താ മൂടി കുടിക്കുക എന്ന് പറയാലോ ആളുകൾ. അതുപോലെ കൂടെ ഉണ്ടാവും കാക്കൂൻ്റെ കൂടെ സപ്പോർട്ടിന്. നമ്മളെ കുടുംബം ഇവിടെ വെച്ചിട്ട് അവസാനിക്കരുത്. അങ്ങനെയൊക്കെ കുറേ നോക്കിയതും മനസ്സിൽ കണ്ടതും കരഞ്ഞിരുന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞതാണ്. ഒരിക്കലും ഇനി അങ്ങനെ ഞാൻ ബാക്കോട്ട് തിരിഞ്ഞു നോക്കൂല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്ന ആളുകൾ നിങ്ങളൊക്കെ തന്നെയാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പറഞ്ഞുകൊണ്ട് ഇനിയൊരു ബാക്കൊക്കെ ഒരു തിരിഞ്ഞു നോട്ടം ഇല്ല. ജീവിതം മുന്നോട്ട് തന്നെ പോവും. സങ്കടം വരുന്നുണ്ട് കേട്ടോ. കല്യാണം ഇനി കാണിക്കണില്ല, ആർക്കും ഇഷ്ടമല്ല. എന്നോട് പറയും ഇതൊക്കെ കരയരുത്, ഞങ്ങൾക്ക് ഇഷ്ടമല്ല. നീ ഇങ്ങനെ കായ് തീർന്നില്ലേ, ഞങ്ങളെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നീ ഇങ്ങനെ ഇത്ര സംസാരിക്കണത് പറയുന്നുണ്ട് ആളുകൾ. പാവമായിരുന്ന റിഷ ഇപ്പോൾ ജീവിതം എന്താണെന്ന് നേർക്ക് പഠിച്ച് തുടങ്ങുന്നുണ്ട്. അധ്വാനം എന്താന്നൊക്കെ. ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. എനിക്ക് നല്ലൊരു ഭർത്താവുണ്ട്, മക്കളുണ്ട്. അൽഹംദുലില്ലാ, അതിൽ നമ്മൾ ഭാഗ്യവതിയാട്ടോ. അതുകൊണ്ട് ജീവിതം മാക്സിമം ഒരു അപകടവും കൂടാതെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയൊക്കെ ബാഡായിട്ട് ഞാൻ ഒരിക്കലും ഈ നേരത്തെ ചിന്തിക്കലില്ല. അങ്ങനെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. അതാ ഞാൻ നിങ്ങളൊക്കെ ഓരോ സങ്കടം പറഞ്ഞ് വിളിക്കുമ്പോൾ ധൈര്യം തരുന്നത് കേട്ടോ. ഒരുപാട് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ചിന്തിക്കൂല. അന്നലത്തെ നമ്മൾ കമ്പനിയിൽ കൊടുത്ത മാതിരി അത് നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞമ്മക്കും വേണം ജീവിതം, നമ്മളും ജീവിച്ച് കാണിച്ചു കൊടുക്കണം. തളർത്തിയോരെ മുന്നിൽ എല്ലാവരും തളർത്തിയിട്ടുണ്ട്, എല്ലാ ഭാഗത്തുനിന്നും. പിന്നെ ഏറ്റവും കുറ്റപ്പെടുത്തൽ നമ്മളെ ഫാമിലീൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും എന്നറിയില്ലേ. അതുമലൊക്കെ തരണം ചെയ്ത് പാത്തു മുന്നോട്ട് ധൈര്യത്തിൽ ഭർത്താവിൻ്റെ കൂടെ 6 മക്കളെയും കൊണ്ട് ഇത്രേ ബുദ്ധിമുട്ട് കൂടെ അനുഭവിച്ച് പോയി വിജയങ്ങൾക്ക് എടുത്തെത്താൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളും കൂടിയാണ്. അത് ഞാൻ തീർച്ചയായിട്ടും പറയും. കാക്കു പറയാം മതി പാത്തു, ഇനി പറയണ്ട, ബാഡ് കമൻ്റ് ഇടണോലെ ഇട്ടോട്ടെ എന്ന്. അല്ല സങ്കടം കൊണ്ട് പറയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്തരിട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് നല്ലോണം അറിയാം എനിക്ക്. നിങ്ങളൊക്കെയാണ് എൻ്റെ പ്രചോദനം, നിങ്ങളൊക്കെയാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, ഉഷാറാക്കി തീർത്തത്. അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും.